ഹലോ എടി സുമേ, നീ അറിഞ്ഞോ? എടി കഴിഞ്ഞ ദിവസം ദൃശ്യം 3യുടെ പ്രൊമോഷന് വേണ്ടി ലാലേട്ടനും ടീമും കൂടെ ലുലു മാളി വന്നടി. തിരക്കെന്ന് പറഞ്ഞ അമ്മാതിരി തിരക്ക്. നിനക്കറിയാലോ ഞാനൊരു ലാലേട്ടൻ ഫാനാണെന്ന്. എങ്ങനാന്നറിയത്തില്ലടി, ഒരു മിന്നായം പോലെ ലാലേട്ടൻ എന്നെ അങ്ങ് കണ്ട്. എന്നിട്ട് എന്നോട് പറയുവാ, എടി ശോഭനയെ സുഖമാണോന്ന്. എന്റെ ദൈവമേ, എനിക്കറിഞ്ഞോണ്ടി ലാലേട്ടൻ എന്നെ അങ്ങ് നോക്കി അങ്ങ് ചിരിച്ചടി. പിന്നല്ലയോ, എന്നെ അറിയത്തില്ലയോ, ജസ്റ്റ് മിസ് സൂ ഫ്രം സോ. മനസ്സിലായില്ലയോ? ശോഭനയ്ക്ക് കിട്ടേണ്ടത് സുചിത്ര കൊണ്ടുപോയി, അത്രേ ഉള്ളൂ. അതിൽ ഒന്ന് പറയണ്ടേ, രസമാണെന്നറിയാൻ കൂടി കാണാനായിട്ട്. പിന്നെ ചായ എടുത്തോണ്ടി പറഞ്ഞോണ്ടി ലാലേട്ടൻ എന്ന് പറഞ്ഞോണ്ടല്ലോ ചായ എടുത്തോണ്ടി ഒരു ചായ എടുത്തോണ്ട് ഇടി ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു ചായ എടുത്തോണ്ട് പാടി ഒരു ചായ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നില്ല. ഇടി ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമന്ന്. ശോഭനെ ഒരു ചായ എടുത്തോണ്ട് വരൂ. എന്താ പറഞ്ഞേ? ഒരു ചായ ഇപ്പൊ കൊണ്ടുവരാം. മര്യാദക്ക് ചോദിച്ചാൽ ചായ തരൂല. 3 പ്രാവശ്യം ഞാൻ ഇവിടെ തൊണ്ടയിൽ വെള്ളം പറ്റി ഞാൻ ചോദിച്ചു ചായ ചായ എന്ന്. ലാലേട്ടന്റെ പേരോട് ചോദിച്ചു ചായ കൊണ്ട് തന്നാ വേണ്ട. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ പൈസ കണ്ട് ഇവളെന്നെ കെട്ടിയതാണെന്ന്. അല്ല. എന്റെ സൗന്ദര്യം കണ്ട് എന്നെ കെട്ടിയതാണെന്ന്. അല്ല. എന്റെ വിദ്യാഭ്യാസം കണ്ട് ഇവളെന്നെ കെട്ടിയതാണെന്ന്. പിന്നെ എങ്ങനെയാ കെട്ടിയത്? എന്റെ പേര്. എന്താ പേര്? മോഹൻലാൽ. ഓ, എന്റെ ഒറ്റ പേരിലാണ് അവളെന്നെ കെട്ടിയത്. അറിയാം ശോഭനെ? അയ്യോ, ചായ എവിടെ? അയ്യോ, അത് പറയാൻ മറന്നുപോയി. ചായ ഞാൻ ടെറസിന്റെ മോളിൽ വെച്ചേക്കുവാ. അവിടെ കൊണ്ടുവച്ചേ? അയ്യോ, ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ ഉയരം കൂടുന്തോറും ചായക്ക് ടേസ്റ്റ് കൂടുന്നു. ഈ ഒറ്റ ചിന്ത കാരണം വീട്ടിൽ കായ്ഫലമുള്ള 3 പ്ലാവാ ഞാൻ മുറിച്ച് കളഞ്ഞത്. നീ കൊണ്ട് അതിന്റെ മണ്ട വെക്കും. അതിന്റെ മണ്ട കയറുന്ന ചായ ഒടിച്ചപ്പോ നാട്ടുകാർ നീ കൊരങ്ങനാണെന്ന്. വല്ല കാര്യം കൊണ്ടാണ് നിന്നെ കൊണ്ട് പുറത്തിറങ്ങി പോകാൻ പറ്റുന്ന അവസ്ഥയാണ്. അറിയാമോ? ഒരു ദിവസം എവിടെ കൊണ്ട് ഞാൻ പോയപ്പോ ജംഗ്ഷനിൽ കണ്ട പോലീസ് സ്റ്റേഷൻ, അവിടുത്തെ SI കണ്ടു. ആ SI ഇടിച്ചെടുത്ത് പൊട്ടക്കണ്ടിടാൻ പറഞ്ഞിട്ടുണ്ട്. അത് പോട്ടെ, ചന്തയിൽ പോയി. ചന്തയിൽ ചെന്ന പച്ചക്കറിക്കാരന് ഞാൻ തമ്മിൽ ചെറിയൊരു വാക്ക് തർക്കം. അതിന്റെ എന്റെ അടുത്ത് പറയുന്നു, മുണ്ട് പറിച്ചിട്ട് അടിച്ചേട്ടാ അവന്. ആഗ്രഹമായിരുന്നു പച്ചക്കറിക്ക് ഇല്ലാത്ത വില പറഞ്ഞവനെ പിന്നെ എന്തോ ചെയ്യണം? ആടുതോമ അടിക്കുന്ന പോലെ മുണ്ട് പറിച്ചങ്ങ് അടിക്കണോ? എനിക്കത് പറയാം. നാണം കെടുത്ത ഞാനാ. ഒന്നാമത് മഴ നനച്ചിട്ട് ഒന്നും ഉണങ്ങിയിട്ട് പോലും ഇല്ല. അറിയാമോ? അല്ലേലും ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എന്റെ ഒരു ആഗ്രഹം നിങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ട്. ഈ വീട്ടിൽ ഞാൻ കയറി വന്നതിന് ശേഷം ഉണ്ടായ ഐശ്വര്യങ്ങളാ ഇതെല്ലാം. ഒരു ബാത്റൂം ഉണ്ടായിരുന്നു ഈ വീട്ടില്, ഒരു ബാത്റൂം. ലോകത്ത് ഒരു ഭാര്യയും ഭർത്താവും വഴക്ക് കൂടുമ്പോൾ ഒരിക്കലും ഇത് പിടിച്ച് തുടങ്ങരുത്. സാധാരണ പച്ചക്കറി ഇല്ല, മുളകില്ല, അരിയില്ലെന്നാണ്. ഇത് ഫ്രഷ് ഐറ്റമാണ്. ബാത്റൂം പിടിച്ച് കയറിക്കോ. ബാത്റൂം ഇല്ലായിരുന്നു ഈ വീട്ടിൽ, ഒരു ബാത്റൂം ഇല്ലായിരുന്നു ഈ വീട്ടിൽ. എടി പതുക്കെ പറയടി, ആൾക്കാർ കേക്കോടി. അത് മാത്രമാണോ? ഞാൻ വന്ന് കയറിയതിന് ശേഷമാണ് ഇവിടെ കറണ്ട് കണക്ഷൻ ഉണ്ടായത്. അതൊക്കെ പറയടി, നാട്ടുകാർ കേക്കട്ടെ. ഈ വീടിന്റെ ഐശ്വര്യം മൊത്തം ഈ വീട് 2ാം നിലയിലോട്ട് ഉയർന്നത് എന്റെ സ്ത്രീധനത്തിന്റെ തുക കൊണ്ടാണെന്ന് എനിക്കറിയാം. ആൾക്കാർ കേൾക്കുമ്പോൾ എനിക്കറിയാം. അല്ലെങ്കിലും എനിക്കറിയാം ഞാനൊരു മണ്ടി, ഒരു പൊട്ടി, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തോളം. അതുകൊണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതെന്താ പതുക്കെ പറയാൻ പറയാത്ത? അതെല്ലാവർക്കും അറിയാലോ. അല്ലേ എനിക്കറിയാം. നിങ്ങളെ കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ സിനിമയും ലാലേട്ടന്റെ പടങ്ങൾ മൊത്തം ഫസ്റ്റ് ഡേ കണ്ടോണ്ടിരുന്നവളാ ഞാൻ. ഈ ദൃശ്യം ഇന്ന് ഇറങ്ങാൻ പോവാ. നമുക്ക് ടിക്കറ്റ് കിട്ടിയോ? ടിക്കറ്റ് കിട്ടാത്ത എന്റെ കുഴപ്പം കൊണ്ടാണോ? പോട്ടെ, നമുക്ക് അത് കഴിഞ്ഞുള്ള ഷോ ഉണ്ടല്ലോ, അതിന് പോയ പോരെ. പറ്റത്തില്ല. ഫസ്റ്റ് ഡേ ഓരോരുത്തന്മാര് പോയി പടം കണ്ടിട്ട് അപ്പൊ തന്നെ റിവ്യൂ ഈ പടം കൊള്ളത്തില്ലെന്ന്. ഒരു ഫാൻ എങ്ങനെ സഹിക്കും? എങ്ങനെ സഹിക്കും? നീ ഇന്ന് പറഞ്ഞത് എന്റെ കുറ്റം കൊണ്ടാണോ? ഇപ്പൊ നിനക്ക് ഇപ്പൊ എന്താ പടം കാണാൻ പോകണം, നമുക്ക് ഉച്ച കഴിഞ്ഞ് പോയാ പോരെ. ഉച്ച കഴിഞ്ഞ് പോവോ? കുറച്ച് നേരത്തേക്ക് മൊബൈൽ എടുക്കണം. അപ്പൊ ഈ വീഡിയോ കാര്യങ്ങളൊന്നും കാണേണ്ട കാര്യമില്ല. മൊബൈൽ എടുക്കുന്നതിന്റെ അല്ല, പടം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പോകും. നമ്മൾ രണ്ടുപേരും മാത്രം. നിങ്ങളുടെ ആ കൂട്ടുകാരൻ ഇതിന്റെ ഇടയിൽ വരാൻ പാടില്ല. ഏത് കൂട്ടുകാരൻ? അയ്യോ, നിങ്ങൾക്കൊരു കൂട്ടുകാരനുണ്ടല്ലോ, അവൻ ഇതിന്റെ ഇടയിൽ വരാൻ പാടില്ല. ഇപ്പൊ തന്നെ കുടുംബശ്രീയിലായാലും വെളിയിൽ ഇറങ്ങുമ്പോ പെമ്പിള്ളേർ എന്നോട് ചോദിക്കുന്നത് അവനാണോ ഭാര്യ അതോ ഞാനാണോ ഭാര്യ എന്ന്. അത് പിന്നെ കൂട്ടുകാരന്മാര് പണ്ടോട്ടുള്ളതല്ലേ. പണ്ടോട്ടെ എവിടെ പോയാലും ബാലു പോലും അവനുണ്ടല്ലോ. എനിക്ക് എന്തൊരു നാണക്കേടാന്ന് അറിയാവോ? കല്യാണം കഴിഞ്ഞ് വന്ന ആദ്യ രാത്രിയിൽ അവൻ എന്നോട് പറയുവാ, കട്ടിൽ ഇന്നലെ വരെ ഞാനാ കിടന്ന്, ഇനി അതങ്ങ് എടുത്തോളാം. എടുക്കാനായിട്ട് നാണക്കേടല്ലോ. അവൻ എന്തോ പറയുന്നേ? ശരി, ഇപ്പൊ നിനക്ക് ഇപ്പൊ എന്തോ വേണ്ട? അവൻ ഈ വീട്ടിൽ കയറ്റരുത്. അവൻ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനവൻ. എന്റെ കണ്ണി കുത്തിയേ. കണ്ടില്ല കണ്ണെങ്കിൽ പിന്നെ ഇല്ല, കണ്ണി കുത്തി. സോറി ഈ സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. അളിയാ, ഞാൻ പോയിട്ട് പിന്നെ വരാം. നോക്കട്ടെ, കണ്ടില്ല അതുകൊണ്ട് കണ്ണി കുത്തി. എന്താ കണ്ണി പൊടി പോയ? കണ്ണി പൊടി പോയാ കണ്ണി കുത്തിയ? നീ എന്തെങ്കിലും കണ്ടാ? ഇല്ല. പിന്നെ എന്തിനാ ഇറച്ചി തൂക്കി ഇതിന്റെ ഇടയിലോട്ട് ഒന്ന് കയറിയത്? അല്ല, ഞാൻ നിങ്ങൾ തമ്മിൽ വഴക്കിടുവാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട്. എടാ, ഒരു വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ മിനിമം കോളിംഗ് ബെൽ അടിച്ചിട്ട് കാര്യമുള്ള മര്യാദ കാണിക്കുന്നത്. കോളിംഗ് ബെൽ അടിച്ച് വന്നിട്ട് കയറി വന്നിട്ട് വേണം ഞാൻ അങ്ങനെ എൻട്രി ചെയ്ത് വന്ന ആളാണെന്ന് നിനക്ക് പറയാം. അത് വിട്, ആ കാര്യത്തിലൊന്നും പോണ്ട. കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും നിന്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം. ഞാൻ പഴയ ആളി തന്നെ.
വിശന്നിട്ട് കയറി വന്നതാണോ ഞാൻ ഇങ്ങോട്ട് അത് വീട്ടിൽ ആഹാരം ഇല്ലടാ, നീ എന്തിനാ ഇങ്ങോട്ട് തള്ളി കയറി പറഞ്ഞത്? എടാ വീട്ടിലെ റേഷൻ അരി തീർന്ന് ഞാൻ ഇപ്പൊ അച്ഛനോട് പറഞ്ഞു പോയി മേടിച്ചോണ്ട് വരുന്ന പറഞ്ഞു. അച്ഛൻ പറയുവാണ് പണിക്ക് പോയിട്ട് വന്നേള് നിനക്ക് പൊക്കൂടെ, വെറുതെ വീട്ടിലിരിക്കുമല്ലേ. ഞാൻ അമ്മച്ചീനെ പറഞ്ഞു വിട്ടു. അപ്പൊ അമ്മച്ചി തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് ഗ്യാസ് ഇല്ല. ഞാൻ അമ്മൂമ്മേനെ പറഞ്ഞ് ഗ്യാസ് എടുക്കാനായിട്ട് വിട്ട്. എനിക്കറിയാം വീട്ടിൽ ഇത് കഴിഞ്ഞാൽ ഓരോ പണി എന്റെ ദേഹത്തോട്ട് വരും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. അല്ല ശ്രീരാഗ എവിടെ ആയിരുന്നടാ നീ ഇത്ര നാള്? കണ്ടിട്ടേ ഇല്ലല്ലോ, കൊറേ നാളായില്ല നീ ഇങ്ങോട്ട് വന്നിട്ട്. അതെ, സത്യം പറഞ്ഞ നീ ഈ വീട്ടിലോട്ട് വരണം എന്നുള്ള എന്റെ ആഗ്രഹമാടാ. പിന്നല്ലേ അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ ചോദിക്കുവാ, ഈ കളിയാക്കി ചോദിക്കുവാ, ഈ ചേട്ടന്റെ ഭാര്യ നീയാണോ? എന്റെ ദൈവമേ, ഈ അപ്പുറം പെട്ടെന്ന് ക്യാരക്ടർ മാറി. നീയേ വെള്ളം ഓടിക്കോ? വെള്ളം ഓടിക്കോ നീ? ഞാനാ ഓ എവനെന്തെന്ന് അറിഞ്ഞൂടല്ലേ? എന്തിനാ നിനക്ക്? ചെറുതായിട്ടൊക്കെ വെള്ളം അടിക്കോ? എന്തുവാടാ ഒറ്റയ്ക്കൊക്കെ കഴിക്കാതെ എന്റെ ചേട്ടനോട് നീ വാങ്ങിച്ചു കൊടുക്ക്. പിന്നെ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ വാങ്ങിച്ചു ഒരുമിച്ചിരുന്ന് കഴിക്കണം. ഒരു കുഴപ്പമില്ലേ? എനിക്ക് കുഴപ്പോ? എനിക്ക് എന്തുവാടോ കുഴപ്പം? നിങ്ങൾ ചങ്കും കരളും അല്ലയോ? ഈ ഒരു ഭാഗ്യവാനാടാ, ഭാഗ്യവാൻ. എടാ സാധാരണ ഭാര്യമാർക്ക് കൂട്ടുകാരന്മാര് വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ല. ഇത് കണ്ട എന്തൊരു സ്നേഹമാണെന്ന് നോക്കിയേ. കൂട്ടുകാരന്റെ പോയി വെള്ളം അടിച്ചോളാനാണ് പറയണത്. പിന്നെ എന്തൊരു സന്തോഷാന്നറിയോ എനിക്ക്. നിങ്ങൾ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ നീ എന്നോട് കാണിച്ച എന്തൊക്കെ വൃത്തികേടാണ്. ഇവന്റെ കല്യാണത്തിന് ഇങ്ങോട്ട് നോക്കണം. ഇവന്റെ കല്യാണത്തിന് ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ബ്രാൻഡഡ് ടീഷർട്ട് മേടിച്ചു തരണോ. എന്നിട്ട് ഇവനെന്തോ എന്നോട് ചെയ്ത് വാങ്ങിച്ചു തന്നല്ലോ. എന്തോന്ന്? റോംകോ സിമെന്റിന്റെ ടീഷർട്ട്. ഈ റോംകോ സിമെന്റ് എവിടെ നിന്നാടാ ബ്രാൻഡഡ് ആകുന്നത്? പിന്നെ റോംകോ സിമെന്റ് ബ്രാൻഡഡ് അല്ലേ? ബ്രാൻഡഡ് അല്ലേ? എടാ മഞ്ഞ ടീഷർട്ട് എനിക്ക് ആകപ്പാട് ഉപകാരപ്പെട്ട എപ്പോഴാണെന്ന് അറിയാവോ? ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കളി കാണാൻ പോയപ്പോഴത്തേക്ക് ഞാനത് തിരിച്ചിട്ടോട്ട് പോയി. മനസ്സിലായി? അല്ലായിരുന്നെങ്കിൽ അത് ബ്രാൻഡഡ് ആണെന്ന് പറഞ്ഞ എന്നെ നാണം കെടുത്തിയത്. അല്ല കഴിക്കാനുണ്ടോ? കഴിക്കാനുണ്ടോന്ന്? എടാ ഇത് നിന്റെ വീടല്ലയോ, ഇത് നിന്റെ അടുക്കളയല്ലയോ? പോയി കഴിക്ക്, പോയി കഴിക്കാൻ. പുണ്യ ജന്മവേ, ഇതുപോലെയൊക്കെ കിട്ടണോടാ ഭാര്യമാര്, ഇതുപോലെയൊക്കെ കിട്ടണം. ഞാൻ അടുക്കളയിലുണ്ടല്ലോ. ശരിക്കും വയ്യ. അയ്യോ, മഞ്ജു വാര്യർ നിന്റെ മുമ്പ് ഒന്നുമല്ല, സത്യം. വേറെ ഒന്നും കൊണ്ട് പറയല്ല. 5 മിനിറ്റ് മുമ്പ് നീ അവനെ പറ്റി എന്തൊക്കെയാണ് ഇവിടെ കിടന്ന് പറഞ്ഞത്? എന്തൊക്കെ പറഞ്ഞത്? എന്നിട്ട് അവൻ വന്നപ്പോൾ പിന്നെ ഒരു കാര്യത്തിന് സമാധാനമുണ്ട്. അവന്റെ അടുത്ത് കുപ്പി വാങ്ങിച്ച് അടിക്കുന്ന കൂട്ടത്തിൽ എന്നെ കൂടെ വിളിക്കാൻ പറഞ്ഞല്ലോ. എനിക്ക് അതിന് വലിയ ഉപകാരം. ഞാനും അടിക്കും. നീ വെള്ളം അടിക്കൂ? നിങ്ങളുടെ ചെവിക്കുറ്റി അടിക്കുന്നു. അവന്റെ കൂടെ എങ്ങാനും ഇരുന്ന് വെള്ളം അടിച്ച അവൻ വേണോന്ന് ചോദിക്കും, നിങ്ങൾ വേണ്ടാന്ന് പറയണം. ആര് പറയണം? പിന്നെ നീ അവന്റെ അടുത്ത് പറഞ്ഞത് അടിച്ചോളെ. അയ്യോ, അങ്ങനെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവൻ വേണോന്ന് ചോദിക്കും, നിങ്ങൾ വേണ്ടാന്ന് പറയണം. പിന്നൊരു കാര്യം, നമ്മൾ ഇന്ന് പടം കാണാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. അവൻ ഇത് അറിയരുത്. അറിഞ്ഞപ്പോ എന്താ കുഴപ്പം? അറിയരുതെന്നോ? പണ്ട് ഞാൻ ഇതുപോലൊരു ദിവസം പടം കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയപ്പോ അവൻ കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ക്ലൈമാക്സ് പറഞ്ഞ് പൊളിച്ചതാ പറ്റത്തില്ല. അത് ക്ലൈമാക്സ് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ പടം കണ്ടപ്പോ എന്താ കുഴപ്പം? തുടരും സിനിമ കാണാൻ വേണ്ടിട്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തോണ്ടിരുന്നപ്പോ അവ എന്നോട് പറയുവാ, ചേച്ചി നല്ല ഒന്നാന്തരം ഒരു ഉഗ്രൻ പടവാ, മോഹൻലാലിന്റെ മോനെ ജോർജ് സാർ വന്ന് കൊല്ലുവാണെന്ന്. പിന്നെ ആ പടം കണ്ടിട്ട് കാര്യമുണ്ടോ? ഡിറ്റക്റ്റീവ് സിനിമയില്ലേ, ആ സിനിമ അവന്റെ ഫോണിൽ കിടന്നപ്പോ ഞാൻ പറഞ്ഞടാ ഇച്ചിരി എന്റെ ഫോണിലൂടെ ഒന്ന് കയറ്റിത്തടാ, ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞപ്പോ അവൻ പറയുവാ, ചേച്ചി ഇതിനകത്ത് ഒരു ഉഗ്രൻ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് കലാപം പ്രചോദ് കല്യാണ ചെറുക്കനല്ല, വില്ലനാണെന്ന്. അവന് പറയേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല, അവൻ പറയുവാ വെന്റിലേഷനിലൂടെ PVC പൈപ്പിനകത്തൂടെ നൂല് കടത്തി ഉറങ്ങിക്കിടക്കുന്ന നായിക വായും തുറന്ന് ഉറങ്ങിക്കിടന്നപ്പം വിഷം ഒഴിച്ചു കൊടുത്ത് കൊന്നെന്ന്. ആ പെണ്ണ് എന്തോ കാര്യത്തിന് വായും തുറന്ന് കിടന്നത് അവിടെ. എന്തുവാന്ന് പറഞ്ഞാലും നമ്മൾ ഇത് പോകുന്ന കാര്യം അവ അറിയരുത്. ഞാനായിട്ടൊന്നും പിന്നെ എന്തോ എടുത്തു പറയും അവന്റെ അടുത്ത്. നമ്മുടെ ആരെങ്കിലും മരിച്ചു എന്ന് പറയാം. എന്റെ കുടുംബത്തിൽ പെട്ടെന്ന് ചാവുന്ന ആരുമില്ല. നീ നിന്റെ കാര്യം പറ. നമ്മുടെ കൊച്ചച്ച മരിച്ചു എന്ന് പറയാം. ഓ പിന്നെ അപ്പം ദാഹിച്ച് വലഞ്ഞെങ്ങാനും ഒന്ന് വെള്ളം വല്ലതും ചോദിച്ചാൽ എടുത്തു കൊടുത്താ നിങ്ങളുടെ കൈ ഞാൻ വിട്ടു. ഒരു വകയില്ല. നാണമില്ലാതെ അകത്ത് പോയി തിന്നുന്നുണ്ടല്ലോ അവൻ, നാണമില്ലാത്തവൻ. ഓ എന്നാ സൂപ്പർ വരമ്പഴിയത്. കിടക്ക് സാധന സൂപ്പർ കേട്ടാ. യോ അടിപൊളി. അടിയാ ഇനി വെള്ളം എടുത്ത് തന്നാലേ. ചേച്ചി വെള്ളം എടുത്ത് തരാനുണ്ട്. വെള്ളം ചോദിക്കണം, കൊടുക്കട്ടെ. ഞാൻ വെള്ളം എടുത്തു. അളിയാ ഇത്തിരി വെള്ളം എടുത്ത് കളിയാ. എന്തോന്ന് ചേട്ടന്റെ കൂട്ടുകാരനല്ലേ? കൊടുത്തൂടായോ? എന്തോന്നടാ എടുത്തുകൂടി. ദാഹിക്കാൻ നേരത്ത് വെള്ളം ചോദിച്ചാൽ എടുത്തുകൂടി. വലിഞ്ഞേറി വന്നില്ലേ, നല്ലപോലെ കൂടി. നല്ല ജീരകമുള്ളോ കുടിക്കാൻ? അയ്യോ, അല്ല ഞാനൊരു കാര്യം ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് ഒരുക്കിയിരിക്കുവാ? ഇന്ന് ഞങ്ങൾ ആരെങ്കിലും മരിക്കും. മരിച്ചാ? ആരി? ഞങ്ങളുടെ കൊച്ചച്ഛൻ മരിച്ചു. അതിന് ചിരിച്ചോണ്ടാണോ പറയുന്നത്? ഞങ്ങളുടെ കൊച്ചച്ഛൻ. എടാ ഇതെന്തൊരു കഷ്ടമാന്ന് പറ. അല്ല എന്നിട്ട് എന്താ എന്നോട് വന്നപ്പോഴേ പറയാൻ? അത് മോശം സർപ്രൈസാ. പറ്റിയില്ല പെട്ടെന്ന്. ഇത് ഭയങ്കര മോശമായി പൊളിയാ. ഇത്
ഇത് എപ്പോഴാ മരിച്ചപ്പോഴാ? മരിച്ചത് 1 മണിക്കൂറാകും. 1 മണിക്കൂറാ. എന്നൊരു കാര്യം ചെയ്യാം, ഞാനും വരാം, നമുക്ക് പോവാം. വേണ്ട വേണ്ട, എന്തിന്? ഞങ്ങൾ പോണു. അത് കഴിഞ്ഞല്ലോ. അത് എന്ത് കഴിഞ്ഞു? അടക്കി. അടക്കം കഴിഞ്ഞ? അടക്കം കഴിഞ്ഞു. നിങ്ങൾ കണ്ടില്ലല്ലോ? ഞങ്ങൾ കൊച്ചിലോട്ട് കാണണല്ലേ കൊച്ചനെ? നിങ്ങൾ കാണണ്ടേ? പിന്നെ നിങ്ങൾ മരിച്ചു കിടക്കാതിരുത്ത് നിങ്ങൾ അവസാനമായിട്ട് പോയി കാണണ്ടേ? വാട്സാപ്പിൽ അയച്ചു തന്നു. അയച്ചു തന്നു കൊച്ചൻ ആദരാഞ്ജലി ചിരിക്കുന്ന ഒരു പടം. അത് മതി. അത് കണ്ടു. ധാരാളം. കണ്ടോ? പിന്നെ പക്ഷെ എന്തോ കഷ്ടമാന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എന്ന് ഇറങ്ങണം. ഞങ്ങൾ പോയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്തായാലും ഞാനും കൂടെ വരാം. ചടങ്ങ് കഴിഞ്ഞ് പക്ഷെ എന്തായാലും വൈകിട്ട് മറ്റേ പഷ്ണി കഞ്ഞി ഉണ്ടല്ലോ, അത് കുടിക്കാം. ഇപ്പൊ 4 പഴംപുര അതൊന്ന് കയറ്റിയല്ലേ ഉള്ളൂ. വീണ്ടും പട്ടിണി കഞ്ഞി കുടിക്കണം. അല്ലെങ്കിൽ ഞാൻ വരുന്നില്ലടാ, ശരിയാവില്ല. കാരണം ഞാൻ നമ്മുടെ സുഭാഷ് ഉണ്ടല്ലോ, ആ സുഭാഷും ഞാനും കൂടെ വൈകിട്ട് ദൃശ്യം 3 കാണാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക. വൈകിട്ട് ഇപ്പോഴല്ലല്ലോ. ഇപ്പോഴില്ല, ഞാൻ വൈകിട്ട് അതെന്തായാലും നമുക്ക് പോയി കാണാം, അതേ നടക്കത്തുള്ളൂ. മണ്ടായി അവൻ പടം കണ്ടില്ല. കണ്ടില്ല. വൈകുന്നേരം കാണുള്ളൂ. അവന്റെ അടുത്ത് എങ്ങനെയാടി നമ്മൾ കള്ളം പറഞ്ഞിട്ട് പോകണം? എന്നാലും ഒന്നും പറയണ്ട. അളിയാ, ഓ ശരിക്കും പറഞ്ഞ ആ. വേറൊന്നുമല്ല, ആ. മരിച്ചത് മരിച്ചു, വിഷമമുണ്ട്. കാര്യം കൊച്ചനാണ്. ഞങ്ങള് ഇതിന്റെ ദൃശ്യം ഒന്ന് ബുക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട്. ടിക്കറ്റാ? ഓ, ഉച്ചയ്ക്ക് 2:30 ഷോ. നീ പിന്നെ രാത്രിയല്ലേ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിന് ഇവിടെ ഒന്ന് ചിലപ്പോ കേറിയിട്ടേ അല്ല, എന്തായാലും നിങ്ങളിപ്പോ മരിച്ചു കിടക്കാൻ നേരത്ത് അത് പോകണം, മോശമായിരിക്കും അത്. അല്ലേ? നിങ്ങൾ കണ്ടില്ല? അല്ല കുഴപ്പമില്ല. അല്ല, നീ കണ്ടില്ല? എടാ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ രാവിലെ പോയി പടം കണ്ടായിരുന്നു. ഷോയ്ക്ക് ഞാനല്ലേ പോയി കണ്ടത്. നിങ്ങളുടെ ഇപ്പൊ ടിക്കറ്റിന്റെ കാശ് പോകുന്ന ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടായി, അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം, ഇതിനകത്തെ ട്വിസ്റ്റ് എന്തോന്നറിയാം. ക്ലൈമാക്സിൽ ഈ പറഞ്ഞ വരുൺ എന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ, കാരണം ഈ ജോർജ് കുട്ടിക്ക് മനസ്സിലായി ഇനി ഇത് തുടർന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പിടിക്കപ്പെടും, തട്ടിക്കത്താവും. അതുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തറിയാവാ, നേരെ ഇതാണ് ട്വിസ്റ്റ്. ഇതാണ് ട്വിസ്റ്റ്. ട്വിസ്റ്റാണത്. സൂപ്പർ ട്വിസ്റ്റ്. കഴിഞ്ഞ കഴിഞ്ഞ് ഞാൻ കേട്ടില്ല. ഒന്നുമില്ല. നമ്മളിത്രയും അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് വെറുതെ മരണം. നിങ്ങൾ പറഞ്ഞ ഞാൻ ആ പടം കാണാൻ വേണ്ടിട്ടിരുന്നേലും നിങ്ങൾ എന്തിനാ ഇപ്പൊ അതിന്റെ ക്ലൈമാക്സ് പറഞ്ഞ്? എന്തോ കാര്യത്തിനാ ഇപ്പൊ അത് പറഞ്ഞു? നീ കിടന്ന് വിഷമിക്കുന്നത് എന്തിന്? അത് OTT വരുമ്പോ കാണാം. എനിക്ക് കാണണ്ട, എനിക്ക് പടം കണ്ട. എടി, ഒരു പടമല്ലേ അവൻ കണ്ടോളൂ. അതിരടി അവൻ കണ്ടില്ലല്ലോ. നമുക്ക് അതിന് പോവാം. അതിന് പോവാം. എടാ പിന്നെ ഞാൻ ആ ക്ലൈമാക്സ് നിങ്ങൾക്ക് പറഞ്ഞു. എന്തോ പറ, എന്റെ സ്വഭാവം ഇതാണ്, ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു. അതെ. നിങ്ങളൊരു കാര്യം ചെയ്യും, അതിരടി പോയി കാണാം. അതിരടി ഞങ്ങൾ കണ്ടു. അതിരടി ഞങ്ങൾ കണ്ടു. കണ്ടതാ? ഞങ്ങൾ കണ്ടു. അതിരടി കണ്ടല്ലോ. എന്റെ പൊന്നാളി, അതിനെ കുറിച്ച് ഒരു സംവാദം വേണം. നമ്മൾ അതിനാ ലാസ്റ്റ് സീനൊക്കെ. ഏത് സീന്? എടാ മറ്റേ ടൊവിനോ തോമസ് ആ സീനൊക്കെ ഉണ്ടോ? വെളിയിൽ എന്തോ ഒരു കൊള്ള. ഇവനാണോ ഒരു കൂട്ടുകാരൻ? ഇവര് കൂട്ടുകാരനാണോ ഇവൻ? മേലാൽ ഏതെങ്കിലും ഒരു സിനിമ ഇറങ്ങുന്നതിന്റെ അന്ന് എന്റെ കുടുംബത്തെ കണ്ടുപോകരുത്. പഴംപൂരി എടുത്ത് ഞാൻ അണ്ണാക്കി കയറ്റും.